നമസ്കാരം. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു മാനേജീരിയൽ എക്കണോമിക്സ് എന്ന ഏരിയ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അവിടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ പ്രിൻസിപ്പിൾസ് ഓർ ബേസിക് ഇക്കണോമിക് ടൂൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, ഡിസിഷൻ മേക്കിംഗ്, ഫോർവേഡ് പ്ലാനിംഗ് എന്നീ ടോപ്പിക്കുകളാണ്. ആദ്യമായി ബേസിക് ഇക്കണോമിക് ടൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ തന്നെയാണ് ആൾട്ടർനേറ്റീവ് കോസ്റ്റ് എന്നും ട്രാൻസ്ഫർ കോസ്റ്റ് എന്നും പറയാറ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവിങ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റിയുടെ കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് അതർ ആൾട്ടർനേറ്റീവ്സ് വെൻ വൺ ആൾട്ടർനേറ്റീവ് ഈസ് ചൂസൺ. അതായത് ഏറ്റവും മികച്ച ഒരു ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ആൾട്ടർനേറ്റീവിനെ ഉപേക്ഷിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ഗിവൺ അപ്പ്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. ഇവിടെ ഒരു വ്യക്തിയുടെ കൈവശം 5 ലക്ഷം രൂപ ഉണ്ട് എന്ന് കരുതുക. അദ്ദേഹത്തിന് അത് ഇൻവെസ്റ്റ് ചെയ്ത് ആ പണം കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസുകൾ ഉണ്ടെന്ന് കരുതുക. ഒന്ന്, ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി ഈ 5 ലക്ഷം രൂപ നിക്ഷേപിക്കുക. അങ്ങനെ നിക്ഷേപിച്ചാൽ അദ്ദേഹത്തിന് 50,000 രൂപ കിട്ടുന്നു എന്ന് കരുതുക. രണ്ടാമത്തെ ഓപ്ഷൻ, അതേ 5 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലോ ഷെയർ മാർക്കറ്റിലോ നിക്ഷേപിക്കുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് 75,000 രൂപ റിട്ടേൺ കിട്ടുന്നു എന്ന് കരുതുക. ഈ 2 ഓപ്ഷനിൽ അദ്ദേഹം ഏത് തിരഞ്ഞെടുക്കാനാണ് സാധ്യത? അതായത് ഈ 2 ഓപ്ഷൻസിനെ നമുക്ക് 2 ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയാം, അല്ലേ? ആൾട്ടർനേറ്റീവുകൾ എന്ന് പറയാം. ഈ ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏത് ആൾട്ടർനേറ്റീവ് ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കാൻ സാധ്യത? കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ 2 ആണ്, അല്ലേ? ഈ ഓപ്ഷൻ 2 തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നു. സോ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ആയിരുന്ന ഈ ഓപ്ഷൻ 1 അദ്ദേഹം ഉപേക്ഷിക്കുന്നു. ഇത് ഉപേക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തും കൂടാണ് അദ്ദേഹം ഉപേക്ഷിക്കുന്നത്? ഈ റിട്ടേൺ, ഇതിൽ നിന്നും കിട്ടാമായിരുന്ന റിട്ടേൺ ഉണ്ട് 50,000 രൂപ. ഈ ഒരു ബെനിഫിറ്റ് അദ്ദേഹം ഇത് ചൂസ് ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഉപേക്ഷിക്കുക കൂടെ ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓപ്ഷൻ 1 ഉപേക്ഷിച്ച് ഓപ്ഷൻ 2 തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെട്ട ഓപ്ഷനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് വിശേഷിപ്പിക്കാം. സോ ഹിയർ ദ ഓപ്ഷൻ 1 ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദെൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായി ബന്ധപ്പെട്ട് മാനേജീരിയൽ എക്കണോമിക്സിൽ ഈ ഒരു കോൺസെപ്റ്റ് വളരെയധികം തീരുമാനങ്ങൾ എടുക്കാൻ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യത? കാരണം ഒന്നിലധികം ഓപ്ഷൻസുകൾ മാനേജേഴ്സിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റ് കൂടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ മുന്നോട്ട് വെക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഇൻക്രിമെൻ്റൽ റവന്യൂവുമാണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. ഒരു തീരുമാനമെടുക്കുന്നത് കാരണം ടോട്ടൽ കോസ്റ്റിൽ വ്യത്യാസം വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആണെന്നാണ്. അതായത് 10,000 രൂപ കോസ്റ്റ് നിലവിൽ ഉണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഒരു തീരുമാനം മൂലം, ഒരു ഡിസിഷൻ മൂലം അത് 10,000-ൽ നിന്നും 10,500 മാറുന്നു എങ്കിൽ അവിടെ ടോട്ടൽ കോസ്റ്റിൽ മാറ്റം വന്നു. അത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആണ്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈസ് ദ ചേഞ്ച് ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. അതേപോലെ തന്നെ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ റിസൾട്ടിങ് ഫ്രം എ ഡിസിഷൻ. ഒരു തീരുമാനമെടുക്കുന്നത് കാരണമായി ടോട്ടൽ റവന്യൂ, ആകെ വരുമാനത്തിൽ മാറ്റം വരുന്നതിനെ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നു.
അപ്പോൾ ഇവിടെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്താണെന്നും ഇൻക്രിമെൻ്റൽ റവന്യൂ എന്താണെന്നും മനസ്സിലാക്കി. ഇവിടെ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം മുന്നോട്ട് വെക്കുന്നത് ഇൻക്രിമെൻ്റൽ റവന്യൂ എപ്പോഴും ഇൻക്രിമെൻ്റൽ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കണം എന്നതാണ്. അതായത് കോസ്റ്റിനേക്കാളും റവന്യൂ വരുമാനം എപ്പോഴും കൂടുതലായിരിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നതും കൂടെയാണ് ഈ ഒരു പ്രിൻസിപ്പിൾ മുന്നോട്ട് വെക്കുന്നത്. മാനേജറിയൽ എക്കണോമിക്സിൽ ഈ ഒരു പ്രിൻസിപ്പിൾ കൺസംഷനിലും പ്രൊഡക്ഷനിലും പ്രൈസിങ്ങിലും അതേപോലെ ഡിസ്ട്രിബ്യൂഷനും ഇത്തരം ഏരിയകളിലൊക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു തിയറി യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പേഴ്സ്പെക്റ്റീവ്. സമയമെന്നത് തീരുമാനമെടുക്കുന്നത് വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. പ്രധാനമായും പ്രൈസിംഗ് എന്നതിൽ The time perspective concept states that the decision maker must give due consideration both to the short run and long run effects. അതായത് ഡിസിഷൻ എടുക്കുമ്പോൾ ഷോർട്ട് റണ്ണിലേക്കുള്ള എഫക്റ്റ് അതേപോലെ ലോങ് റണ്ണിലേക്കുള്ള എഫക്റ്റ് ഇവ രണ്ടും എങ്ങനെ ആയിരിക്കും എന്നത് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ മാർഷൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 മാർക്കറ്റ് ഫോംസ്, അതായത് ബേസ്ഡ് ഓൺ ടൈം, സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 മാർക്കറ്റ് ഫോംസുകൾ കൂടെ പരിചയപ്പെടുത്തുകയാണ്. അതായത് വെരി ഷോർട്ട് പീരീഡ് എന്നും ലോങ് പീരീഡ് എന്നും സെക്കുലർ പീരീഡ് എന്നും ഇങ്ങനെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4 രീതിയിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാനേജറിയൽ എക്കണോമിക്സിൽ നമ്മൾ ജനറലായിട്ട് ഷോർട്ട് റൺ എന്നും ലോങ് റൺ എന്നും 2 എഫക്റ്റ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇൻ മാനേജറിയൽ എക്കണോമിക്സ് വി കൺസേൺഡ് വിത്ത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ എഫക്ട്സ് ഓഫ് ഡിസിഷൻ ഓൺ റവന്യൂ ആൻഡ് കോസ്റ്റും റവന്യൂവുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഷോർട്ട് റണ്ണിലേക്കുള്ള എഫക്റ്റ് എങ്ങനെ ആയിരിക്കുമെന്നും ലോങ് റണ്ണിലേക്കുള്ള എഫക്റ്റ് എങ്ങനെ ആയിരിക്കണമെന്നുമുള്ള ഇത് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് മോർ പ്രൊഡക്ട്സ് ഇൻ ദ ഷോർട്ട് റൺ ബൈ യൂസിങ് മോർ ലേബർ ആൻഡ് റോ മെറ്റീരിയൽസ്. നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ലാബേഴ്സിനെയും കൂടുതൽ റോ മെറ്റീരിയൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് റണ്ണിലേക്ക് തന്നെ, കുറഞ്ഞ ഷോർട്ട് ടേമിലേക്ക് തന്നെ ഇങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ ലോങ് റണ്ണിലേക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമാണ് ഒരു പുതിയ ഫാക്ടറി പണിയുക എന്നത്, ഇല്ലേ? അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഫാക്ടറി മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയൊരു ഫോമിലേക്ക് കൊണ്ടുവരിക എന്നത്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ന്യൂ ഫാക്ടറി ബിൽഡ് ചെയ്യുക എന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് ലോങ് ടേം ഡിസിഷനാണ്, അല്ലെങ്കിൽ ലോങ് റണ്ണിലേക്കാണ് അത് നടപ്പിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഷോർട്ട് റണ്ണിലേക്ക് പറ്റുന്നത്, ലോങ് റണ്ണിലേക്ക് പറ്റുന്നത്, ഷോർട്ട് റൺ എഫക്റ്റ് എങ്ങനെയായിരിക്കും, ലോങ് റൺ എഫക്റ്റ് എങ്ങനെയായിരിക്കും, ഇത് കോസ്റ്റിൻ്റെ കാര്യത്തിലും റവന്യൂവിൻ്റെ കാര്യത്തിലൊക്കെ ഡിസിഷൻ എടുക്കുമ്പോൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ് എന്നത് മുന്നോട്ട് വെക്കുന്നത്. ഇനി അടുത്തത് ഡിസ്കൗണ്ടിങ് കോൺസെപ്റ്റാണ്. ഡിസ്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മണി എന്നതിന് എപ്പോഴും ഒരു ടൈം വാല്യൂ ഉണ്ട് എന്നാണ് സമർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇന്ന് നമുക്ക് ലഭിക്കുന്ന പണം അതിനേക്കാളും മൂല്യം കുറവായിരിക്കും ഒരു പക്ഷേ നാളെ ലഭിക്കുന്നതിന്. അതുകൊണ്ട് നാളെ ലഭിക്കുന്നതിനേക്കാളും ബെറ്റർ എപ്പോഴും ഇന്ന് നമ്മുടെ കൈവശം പണം എത്തുന്നതാണ്. അതുകൊണ്ടാണ് ആളുകൾ കടത്തിന്, ക്രെഡിറ്റിന് സാധനങ്ങൾ വിൽക്കാത്തത്, പകരം റെഡി ക്യാഷിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണെങ്കിൽ പോലും സാധനങ്ങൾ വിൽക്കുന്നത്. ഇനി റെഡി ക്യാഷിനാണെങ്കിൽ ചില സ്ഥാപനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡിസ്കൗണ്ട് കൊടുക്കും. അതേസമയം കടത്തിനാണ് വാങ്ങുന്നതെങ്കിലോ അവർ ഡിസ്കൗണ്ട് കൊടുക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ദ വാല്യൂ ഓഫ് മണി ഡിപ്രിഷിയേറ്റ്സ് വിത്ത് ടൈം, അല്ലേ? സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും പണത്തിൻ്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 5 വർഷം മുമ്പേ അല്ലെങ്കിൽ 10 വർഷം മുമ്പേ 50 രൂപക്ക് അല്ലെങ്കിൽ 100 രൂപക്കൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങളും ഇന്ന് അതേ 100 രൂപക്ക് വാങ്ങുന്ന സാധനങ്ങളും
ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ആ 100 രൂപൻ്റെ മൂല്യം വളരെയധികം ഇടിഞ്ഞിട്ടുണ്ട്. സോ ഫ്യൂച്ചർ മണി ഷുഡ് ബി ഡിസ്കൗണ്ടഡ് ടു മേക്ക് ഇറ്റ് ഈക്വാലൻ്റ് ടു പ്രസൻറ്റ് മണി. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഫ്യൂച്ചർ മണി പ്രസൻറ്റ് മണിയുമായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് ഈക്വാലൻ്റ് ആക്കിയിട്ട് നോക്കണം എന്നുള്ളത്, അതായത് ഡിസ്കൗണ്ടിങ് ചെയ്ത് നോക്കണം എന്ന് പറയുന്നത്. കാരണം ഭാവി എന്നത് എപ്പോഴും അൺസർട്ടൈനിറ്റി നിലനിൽക്കുന്നുണ്ട്, റിസ്ക് നിലനിൽക്കുന്നുണ്ട്, ഇൻഫ്ലേഷൻ എന്ന ഘടകമുണ്ട്. സോ എപ്പോഴും ഡിസ്കൗണ്ടിങ് കോൺസെപ്റ്റ് മാനേജറിയൽ എക്കണോമിക്സിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇത് യഥാർത്ഥത്തിൽ പ്രസൻറ്റ് മണി വാല്യൂവും അതേപോലെ ഫ്യൂച്ചർ മണി വാല്യൂവും കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്നിട്ട് ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് വളരെ ക്ലിയർ ആകും. സപ്പോസ് നിങ്ങൾക്ക് ഒരാൾ 1000 രൂപ ഗിഫ്റ്റ് തരുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ 1000 രൂപ നൽകുന്നു എന്ന് കരുതുക. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കൊന്നെങ്കിൽ ഇന്ന് തരാം, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് തരാം, ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? തീർച്ചയായും നമ്മൾ ഡിസ്കൗണ്ടിങ് കോൺസെപ്റ്റ് മനസ്സിലുണ്ടാകും. നമ്മൾ പറയും നമുക്ക് ഇന്ന് തരുന്നതാണ് നല്ലത് എന്ന് പറയാം. കാരണം ടുഡേ റുപ്പി ഈസ് ഹാവിങ് മോർ വെർത്ത് ദാൻ ടുമാറോസ് റുപ്പി. നാളെ ലഭിക്കുന്നതിനേക്കാളും മൂല്യം ഇന്ന് ലഭിക്കുന്ന പണത്തിനുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ 1000 രൂപ ഇന്ന് ലഭിക്കുന്നതാണ് നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുക. അപ്പോൾ കാരണം എന്താ? നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഈ 1000 രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10% ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ 1000 1100 രൂപയായി മാറും. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് തരുന്നതെങ്കിലോ അപ്പോൾ ആ 1000 ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. മാത്രമല്ല അതിൻ്റെ മൂല്യം ഇടിഞ്ഞിട്ടുമുണ്ടാവും. സോ എപ്പോഴും എത്രയും വേഗം അത് ലഭ്യമാകുന്നതാണ് ബെറ്റർ എന്നുള്ളതാണ്. സോ ഇത് ഏറ്റവും യൂസ്ഫുൾ ആവുക എവിടെയാണ്? ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കുമ്പോൾ വളരെയധികം ഇത് യൂസ്ഫുൾ ആവും ഈ ഡിസ്കൗണ്ടിങ് കോൺസെപ്റ്റ്. അപ്പോൾ എപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്ന് പരിശോധിക്കാൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് മണിയും ഫ്യൂച്ചർ റിട്ടേൺസും ഡിസ്കൗണ്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് പ്രോഫിറ്റബിൾ ആകുമോ എന്നുള്ളത് നോക്കണം. ഇങ്ങനെ ചെയ്യാൻ ഡിസ്കൗണ്ടിങ് കോൺസെപ്റ്റ് യൂസ്ഫുൾ ആകുന്നു. സോ ഡിസ്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത പ്രിൻസിപ്പിളാണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതേ പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ഒരാൾ അദ്ദേഹത്തിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അഡീഷണലായി കിട്ടുന്ന യൂട്ടിലിറ്റി, ഈ യൂട്ടിലിറ്റികൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയും യൂട്ടിലിറ്റി ഈക്വൽ ആകുന്ന, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഈക്വൽ ആകുമ്പോൾ മാക്സിമം സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുകയും അവർ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നു. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ 2 പ്രോഡക്റ്റുകൾ വാങ്ങുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് ചോക്ലേറ്റും ചിപ്സും. ഈ 2 പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് ഒരു പക്ഷേ വ്യത്യസ്തമായിരിക്കാം. എങ്കിൽ പോലും ഈ 2 പ്രൊഡക്റ്റിൽ നിന്നുമുള്ള മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവ രണ്ടും ഈക്വൽ ആകുന്ന ഒരു പോയിൻ്റ്, മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആകുന്ന അല്ലെങ്കിൽ സെയിം ആകുന്ന ഒരു പോയിൻ്റ് വരെ അവരത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവിടെ ആ ഒരു പോയിന്റിലാണ് അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഒരാൾ 2 പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അവിടെ അവരുടെ ആ 2 പ്രൊഡക്റ്റിൻ്റെയും മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയും ഈ മാർജിനൽ യൂട്ടിലിറ്റി സെയിം ആകുമ്പോൾ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാക്സിമം എൻജോയ്മെൻറ്റ് ലഭിക്കുമെന്ന് കണക്കാക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ഒരു ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന പ്രിൻസിപ്പിൾ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇങ്ങനെ 5 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ്?
It is the process of selecting one best alternative from two or more alternatives to achieve a specific objectives or to solve a specific problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസുകളിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്നത്. ഡിസിഷൻ മേക്കിങ്ങിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സിലൂടെ ഡിഫറെൻറ്റ് ഘട്ടങ്ങളിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. ഒരു തീരുമാനമെടുക്കുക എന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ്. ഈ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെ എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന്, അനലൈസ് ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. എന്താണ് പ്രോബ്ലം എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുള്ളൂ. സോ പ്രോബ്ലം ഉണ്ടോ, ആ പ്രശ്നം എന്ത് എന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ് ആദ്യ സ്റ്റെപ്പ്. രണ്ടാമത്തത് ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ്സ്. എന്നിട്ട് ഒബ്ജക്റ്റീവ്സ് എന്ത് എന്നുള്ളത് നോക്കണം. ഡിറ്റർമൈൻ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഒബ്ജക്റ്റീവ്സ് എന്ത് എന്നുള്ളത് നോക്കണം. ഉദാഹരണം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അലോങ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ ഈ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തത് ഡെവലപ്പ് ആൾട്ടർനേറ്റീവ്സ്. ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിരവധി വഴികളുണ്ടാവും, നേടിയെടുക്കാൻ വേണ്ടി നിരവധി വഴികളുണ്ടാകാം. ഈ വഴികളെക്കുറിച്ച് പഠിക്കുക, അതായത് അതിനെയാണ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് പഠിക്കുകയും അത് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുക. ആ പോസിബിൾ ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ആദ്യഘട്ടത്തിൽ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം ആൾട്ടർനേറ്റീവ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ശേഷം ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്സ്. ഈ ഡെവലപ്പ് ചെയ്ത ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. ഈ ഓരോ ആൾട്ടർനേറ്റീവ്സിനും ബെനഫിറ്റും അതേപോലെ ലിമിറ്റേഷൻസും ഉണ്ടാകും. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ദ അതിൻ്റെ ലിമിറ്റേഷൻസുകൾ എന്ത് എന്നും അതേപോലെ ബെനിഫിറ്റ്സ് എന്ത് എന്നും പഠിച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുക. ഇതാണ് ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്സ് എന്ന ഘട്ടം. ഇനി അടുത്തതാണ് ചൂസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഈ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുക്കുന്നതിനെ തന്നെയാണ് മേക്ക് ദ ഡിസിഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ഓൾ ആൾട്ടർനേറ്റീവ്സ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുക എന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ മുന്നോട്ട് വെച്ച നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നായിരിക്കും ആ ആൾട്ടർനേറ്റീവ്സ്. അതായത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒപ്റ്റിമൽ ആൾട്ടർനേറ്റീവ് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഈ തിരഞ്ഞെടുത്ത ആൾട്ടർനേറ്റീവ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇംപ്ലിമെൻറ്റ് ദ ചോയ്സൺ ആൾട്ടർനേറ്റീവ് അല്ലേ? ആ തിരഞ്ഞെടുത്ത ആൾട്ടർനേറ്റീവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ, അത് നടപ്പിലാക്കുന്നു. ഇതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ മാനേജേഴ്സ് ഈ തിരഞ്ഞെടുത്ത ആൾട്ടർനേറ്റീവ് ഏതാണോ അതിനെ നടപ്പിലാക്കുന്നു. അവസാനത്തത് ഇവാലുവേറ്റ് ദ റിസൾട്ട്. ശേഷം നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അതിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഫോളോ അപ്പ് ആൻഡ് ഫീഡ്ബാക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഇവാലുവേറ്റ് ദ റിസൾട്ട്. മാനേജേഴ്സ് റെഗുലർലി മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് ഡിസിഷൻസിനെ. അപ്പോൾ ആ ഡിസിഷൻസ് ശരിയായിരുന്നോ, അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങളോ പ്രശ്നങ്ങളോ അറൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അഡീഷണലായി മറ്റെന്തെങ്കിലും ഡിസിഷൻസ് ആവശ്യമുണ്ടോ എന്ന് ചുരുക്കത്തിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഒരു ആൾട്ടർനേറ്റീവ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പരിശോധിച്ചു കൊണ്ടിരിക്കണം, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം എന്നത് പ്രധാനപ്പെട്ടതാണ്. സോ ഇത്തരം 7 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം എന്നർത്ഥം. സോ ഡിസിഷൻ മേക്കിംഗ് എന്നത് എന്ത് എന്നും അതിൻ്റെ സ്റ്റെപ്സുകൾ എന്ത് എന്നുള്ളതും നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്തത് ഫോർവേഡ് പ്ലാനിംഗ് ആണ്. ഫോർവേഡ് പ്ലാനിംഗ് എന്നാൽ എന്താണ്? നമുക്ക് സിമ്പിളായിട്ട് അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫോർമുലേഷൻ ഓഫ് ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻ.
ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻ ഫോം ചെയ്യുന്നതിനെയാണ് ഫോർവേഡ് പ്ലാനിംഗ് എന്ന് പറയുക. ഇറ്റ് മീൻസ് മേക്കിംഗ് പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ തയ്യാറാക്കുന്നു. അപ്പോൾ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറിലേക്ക് പ്ലാൻ തയ്യാറാക്കുക. ഉദാഹരണമായിട്ട് എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്ലാൻസ്, നിലവിലുള്ള പ്ലാന്റിനെ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ക്യാൻ ബി മിനിമൈസ്ഡ് ഓൺലി ബൈ മേക്കിംഗ് ആക്യുറേറ്റ് ഫോർകാസ്റ്റ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. കൃത്യമായിട്ടുള്ള ഫോർകാസ്റ്റിലൂടെയും ഫോർവേഡ് പ്ലാനിങ്ങിലൂടെയും റിസ്ക്, നഷ്ടസാധ്യത എന്നത് കുറയ്ക്കാനും അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം എന്നത് പരമാവധി കുറച്ചു കൊണ്ടുവരുവാനും സാധിക്കും എന്നതാണ് ഇതിൻ്റെ ബെനഫിറ്റ്. സോ ഫോർവേഡ് പ്ലാനിങ് എന്ത് എന്നതും കൂടെ ഇതിനോടൊപ്പം മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് പ്രിൻസിപ്പിൾസ്, അതേപോലെ ഡിസിഷൻ മേക്കിംഗ്, ഫോർവേഡ് പ്ലാനിങ് എന്നീ ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്തത്. സംശയങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായി ബന്ധപ്പെടാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.